ഹേ ഹായ്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എടുത്തു വെച്ചിട്ട് 2-3 ദിവസമായി. അപ്പം എന്തായാലും എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുത്ത്. കാരണം എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് സൗണ്ടൊക്കെ കുറവായിരുന്നു, കാരണം പനിയൊക്കെ പിടിച്ച്. പക്ഷെ ഇപ്പം ഞാൻ ഓക്കെയാണ്. അപ്പം ഇതെൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണെന്ന് പറയാം. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ഈ ഒരു വഴി കൂടെ പോയിട്ടേ ഇല്ല. ഈ ഒരു വഴിയൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്നെപ്പോലെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് പറയണേ. കാരണം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പമ്പയിലോട്ടാണ്. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഒരിക്കൽ പോലും എൻ്റെ ഫാമിലിയിലെ ബാക്കി എല്ലാവരും ശബരിമലയിൽ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെയായിട്ട് ശബരിമലയിൽ പോയിട്ടില്ല. അത് ചെറുപ്പത്തിലായപ്പോൾ ഞാൻ ശബരിമലയിൽ പോയിട്ട് പോലില്ല. സോ ഈ ഒരു യാത്ര ഞാൻ എന്തോ പറയാം, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്ര തന്നെയാണ്. ഇന്നാണ് രാവിലെ ഞാൻ കണ്ണൂരിൽ നിന്ന് എത്തിയതേ ഉള്ളായിരുന്നു. രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിലെത്തി. അപ്പം ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യാതെ പോകുന്നൊരു യാത്രയാണ്. അപ്പം വൈകുന്നേരമൊക്കെ ഒരു ഉച്ചയൊക്കെ ആകാൻ നേരത്ത് അമ്മ പറഞ്ഞു, എങ്കിൽ നമുക്കൊന്ന് പമ്പയെ വരെ പോയാലോ എന്ന് ചോദിച്ചു. കാരണം പമ്പയിൽ ചേട്ടൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് വരെ ഒന്ന് പോയാലോ എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ പറഞ്ഞ് ശരിയെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. ആ ക്ഷീണമൊക്കെ മറന്ന് മൈൻഡ് ചെയ്യാതെ ഒരുങ്ങി പെട്ടെന്ന് തന്നെ നമ്മളങ്ങ് പോവാണ്. പോയത് കൊണ്ട് ഇത്രയും നല്ലൊരു കാഴ്ച എനിക്ക് കാണാൻ പറ്റി. കാരണം എന്ത് പറയേണ്ടതെന്ന് എനിക്ക് സത്യം പറഞ്ഞറിഞ്ഞൂടാ. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിത്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. നല്ല മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഇന്ന് നമ്മുടെ തിരുവാഭരണം കൊണ്ടുവരുന്ന ഇതും കൂടെ അല്ലേ. അപ്പം ഈ പെരുന്നാട്ടിൽ നിന്ന് ലാഹയിലേക്ക് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എത്തും. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചയും കൂടെ കാണാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയത്. അപ്പം പോകുന്ന വഴിയിൽ ഒരുപാട് സ്വാമിമാരൊക്കെ ഉണ്ട്. അതും സ്വാമിമാരൊക്കെ ഇങ്ങനെ നടന്നൊക്കെ പോകുന്നത് കാണുമ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ ഇങ്ങനെ കാണാനും കാരണം ഒത്തിരി സ്വാമിമാരുണ്ടായിരുന്നു. അവരിങ്ങനെ വണ്ടിയൊക്കെ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ നിലയ്ക്കലെ നിങ്ങൾ ആ കവാടം കണ്ടോ, കവാടത്തിൽ അതൊക്കെ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്തു പറയുക, ഒരുപാട് സന്തോഷമാണ് എനിക്കിപ്പം. അതുകൊണ്ട് നമ്മൾ പമ്പയിലെത്തി ചേട്ടനെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ തിരുവാഭരണം ലാഹയിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ കൊണ്ടുപോകുന്നതിൻ്റെ ഉള്ള ആ ഒരു വരവേൽപ്പിൻ്റെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് നല്ലൊരു പരിപാടിയൊക്കെ ആയിരുന്നു. കാരണം പിന്നെ നമുക്ക് ഒത്തിരി നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. കാരണം ആ ഒരു മലഭാഗമല്ലേ, അപ്പം നല്ല തണുപ്പ് വീണോണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും അമ്മയും ചേച്ചിയും പിള്ളേരെല്ലാം കൂടെയാണ് പോയത്. അപ്പം കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് പനിയുടെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒത്തിരി നേരം തണുപ്പ് കൊണ്ട് നിന്നാൽ അവർക്ക് ശരിയാകൂലല്ലോ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരാൻ ഓർത്ത്. അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ പക്ഷേ അതെല്ലാം കണ്ടു കേട്ടോ, തിരുവാഭരണം വരുന്നത് അങ്ങനെ കണ്ടിട്ട് ഇറങ്ങുന്നതാണിത്. രാവിലെ കണ്ട് സെയിം വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ രാവിലത്തെ ആ വ്യൂവും വൈകുന്നേരത്തെ വ്യൂവും കണ്ടോ, ഭയങ്കര ഡിഫറൻസ്. കാരണം വൈകുന്നേരത്തെ വ്യൂ കാണാൻ ഭയങ്കര പൊളിയാണ്.